അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് വി ശിവൻകുട്ടി മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. ആര്യയെ പ്രസക്തിയില്ല. കാറിൽ കയറ്റിയാൽ സ്ത്രീകൾ പോലും എതിർത്തു. ഞാനാണ് വിധിയായത്. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. നിനക്ക് തെറ്റി, അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. തോൽവിക്ക് കാരണം മേയർ ആണെന്നുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കും കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനം ഉയർത്തുന്നു. അത് അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. നേമം മണ്ഡലത്തിലാണ് ശിവൻകുട്ടി മത്സരിച്ചത്. ഈ നേമം മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ. തന്നെയുമല്ല, ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു പരാജയത്തിന്റെ ആഘാതം മാറിയിട്ടില്ല. അപ്പൊ ആര്യയുടെ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതല്ല ഉൾപ്പെടെ എതിർപ്പ് പറഞ്ഞിരുന്നു. ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് കഴിഞ്ഞാൽ അത് വോട്ടുകൾ ഇല്ലാതാക്കുമെന്നുള്ള വികാരം സഹാക്കൾക്കിടയിലും സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിലും ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ, ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.